എല്ലായ്പ്പോഴും നമ്മൾ സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ചും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രം മതി പറയുന്ന സ്വാതന്ത്ര്യം, പുരുഷനും വേണ്ടി. ഇപ്പൊ ദീപകിന്റെ വിഷയം വന്നത് അതിലൊരു കൊലയാളിയായി മാറിയത് ഒരു സ്ത്രീയാണ്. ഇതൊരു സ്ത്രീയോ പുരുഷനോ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ്. ഒരു തരത്തിലും രക്ഷപ്പെടുത്താൻ സാധിക്കരുത്, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇപ്പൊ പോലീസ് ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമായിരുന്നു എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നമസ്കാരം. ഞാനിപ്പോൾ കോഴിക്കോട് ഗോവിന്ദപുരത്ത് ആത്മഹത്യ ചെയ്ത ദീപകിന്റെ വീടിന് മുന്നിലാണുള്ളത്. ദീപകിന്റെ മരണം സംബന്ധിച്ചുള്ള വേദന ഇനിയും ആ കുടുംബത്തിന് അവസാനിച്ചിട്ടില്ല. നമ്മൾ ഇവിടേക്ക് വരുമ്പോഴും കാണുന്നത് ആ കുടുംബത്തിന്റെ അമ്മയുടെയും അച്ഛന്റെയും എല്ലാം വിങ്ങിപ്പൊട്ടുന്ന മുഖമാണ്. ഇവിടെ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. എല്ലായ്പ്പോഴും നമ്മൾ സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ചും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രം മതി പറയുന്ന സ്വാതന്ത്ര്യം, പുരുഷനും വേണ്ടി. തുല്യനീതിക്ക് വേണ്ടി സംസാരിക്കുന്നവർ പലപ്പോഴും എന്തുകൊണ്ടാണ് പുരുഷന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പുരുഷന്റെ അവകാശങ്ങളെക്കുറിച്ചും വേണ്ടത്ര വാചാലരാകാത്തത്? ഇപ്പോൾ നമ്മളോടൊപ്പം മനുഷ്യാവകാശ പ്രവർത്തകൻ നൗഷാദ് തെക്കേലുണ്ട്. ഞാൻ അല്പം മുമ്പ് പറഞ്ഞ പോലെ നമ്മളെല്ലായ്പ്പോഴും സ്ത്രീകളെക്കുറിച്ചും സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും ഒക്കെ പറയേണ്ടത് അതെല്ലാം തികച്ചും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അക്കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ ഇവിടെ പലപ്പോഴും നമ്മൾ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പുരുഷന്മാരെ വല്ലാതെ മറന്നു പോകുന്നുണ്ട്. പുരുഷന്മാരുടെ വിഷയങ്ങൾ നമ്മൾ വല്ലാതെ മറന്നു പോകുന്നില്ലേ? അതിന്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഈ പറയുന്ന ദീപക്? തീർച്ചയായിട്ടും നമ്മള് ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത്, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രയാസത്തിൽ ഇടപെടുന്ന സമയത്ത് നമ്മൾ 100% സ്ത്രീകളെ കൂടെ തന്നെ നിൽക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അവർക്ക് നീതി വേണം. അവർക്ക് നേരെ അതിക്രമം ഉണ്ടാകരുത്. അതിക്രമം ഉണ്ടായാൽ ഉണ്ടാക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്ന നമ്മളാണിത്. നമ്മുടെ ഇടയിലേക്കാണ് ഇപ്പം ദീപകിന്റെ വിഷയം വന്നത്. അതിലൊരു കൊലയാളിയായി മാറിയത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ ഭരണ സംവിധാനങ്ങളാണ്. അതിൽ ഒരു അലംഭാവം കാണിക്കാൻ പാടില്ല. ഇപ്പൊ ഇന്നത്തെ വാർത്തയിൽ ഞാൻ കാണുന്നത് ആ സ്ത്രീ ഒളിവിലെന്നുള്ള പ്രശ്നമേ ഇല്ല, അത് കൊലയാളിയാണ്. ഇതൊരു സ്ത്രീയോ പുരുഷനോ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ്. മനുഷ്യർക്കുള്ള അവകാശത്തിന്റെ മേൽ കടന്നു കയറുന്ന ഇത്തരം ജന്തുക്കൾക്കെതിരെ കൃത്യമായ കർശനമായ നടപടി എടുക്കുകയാണ് വേണ്ടത്. അതിലൊരു സ്ത്രീ എന്നൊരു പരിഗണന കൊടുത്തു കഴിഞ്ഞ് അവരെ ഒളിപ്പിച്ചുകൊണ്ട് നടക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണം. ഇതിപ്പോ നമുക്കറിയാലോ, കേരള പോലീസ് വളരെ സുത്യർഹമായ പ്രവർത്തനം നടത്തുന്ന പോലീസ് ഒരു കൊലയാളിയായോ ഒരു ക്രിമിനലെയോ പിടിക്കണം എന്ന് വിചാരിച്ചാൽ സെക്കൻഡുകൾക്കടക്കം പിടിക്കുന്നതാ. അത് ഈ വിഷയത്തിൽ വേണം. ഞാനിപ്പോ ദീപകിന്റെ അമ്മയെയും അച്ഛനെയും കണ്ടു. ആ അമ്മയും അച്ഛനും പൊട്ടിക്കരയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചങ്കിലേക്കാണ് ആ ചോദ്യങ്ങളും ആ വിഷമങ്ങളും വരുന്നത്. ഇപ്പം ഈ വിഷയത്തിനകത്ത് വരുമ്പം തുടക്കം മുതൽ തന്നെ ദീപകിന്റെ ബന്ധുക്കളും നാട്ടുകാരെല്ലാവരും ആവശ്യപ്പെടുന്നതായിരുന്നു ഈ ദീപകിന്റെ ആത്മഹത്യയെ ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി, അതായത് ഷിംജിത എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ആ വീഡിയോ ഉള്ളടക്കമാണ് ഈ ദീപകിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ളത്. പക്ഷേ പോലീസ് തുടക്കത്തിൽ കേസെടുക്കാൻ മടിച്ചുവെന്നും നമുക്ക് നോക്കാം എന്നുള്ള ചെറിയ ഒരു ഒഴുക്കം മട്ടിലുള്ള മറുപടിയാണ് പോലീസിന് ഉണ്ടായതെന്നും ആത്മഹത്യ ഉണ്ടായ ദിവസം മുതൽ നാട്ടുകാരും ബന്ധുക്കളൊക്കെ ആരോപിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കില്ല ഇപ്പൊ ഇത്രയധികം ദിവസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് പോലീസ് FIR പോലും ഇടുന്നത്. അപ്പൊ അതായിരിക്കില്ല ഒരുപക്ഷെ ഈ പെൺകുട്ടിക്ക് ഒളിവ് പോകാനൊക്കെ സഹായകമായിട്ടുണ്ടാകുക. തീർച്ചയായിട്ടും അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കൊലയാളിയെ, ഈ ക്രിമിനലിനെ ഒരു തരത്തിലും രക്ഷപ്പെടുത്താൻ സാധിക്കരുത്, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇപ്പൊ പോലീസ് ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമായിരുന്നു എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ ദീപകിനെ കുറിച്ച് പറയുമ്പോൾ ആ മനുഷ്യൻ എന്തുമാത്രം നിസ്സഹായത ആ അവസ്ഥയിൽ അനുഭവിച്ചിട്ടുണ്ടാകും. ഒരാളോട് പറയാനോ ഒരാൾക്ക് ആശ്വാസം കൊടുക്കാനോ പറ്റാത്ത ഒരു സമയത്ത് ആ കടന്നുപോയ ആ സമയം നമ്മൾ ചിന്തിക്കണം. എന്താണ് ചില സ്ത്രീകളും ചില പുരുഷന്മാരും എന്താണ് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ അവർക്കൊരു ഫോൺ കിട്ടിയാൽ അവർക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടാൻ, അവർക്ക് കുറച്ച് ലൈക്ക് കിട്ടാൻ എന്തൊക്കെ വൃത്തികേടുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തടയാൻ ഒരു സംവിധാനം വേണം, കർശനമായ നിയമം വേണം. ആരാന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറി ഇത്തരം പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ പോലീസും സംവിധാനങ്ങളും സ്വീകരിച്ചു തുടങ്ങിയാൽ ഒരൊറ്റെണ്ണം ഈ പരിപാടിക്ക് നിൽക്കൂല. തീർച്ചയായിട്ടും ആ കൊലയാളിയെ അറസ്റ്റ് ചെയ്യണം. കൊലയാളിയെ ശക്തമായ മാതൃകപരമായ ശിക്ഷ കൊടുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ തയ്യാറാകണം.